ട്രീറ്റ്മെന്റിന് വേറെന്തെങ്കിലും സൗകര്യം ഇവിടെ ഉണ്ടോ സ്വാമി? അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ രാത്രി ആ കുട്ടിയെയും കൊണ്ട് മലയിറങ്ങുന്നത് അപകടമാണ്. തൽക്കാലം ഞാനൊരു മരുന്ന് തരാം. അത് 2 മണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളത്തിൽ കലർത്തി കൊടുത്താൽ മതി. അല്ല സ്വാമി, ഏട്ടത്തെ ഉണരാതെ എങ്ങനെയാ ഇത് കൊടുക്കുക? ഇത് കുടിക്കാനുള്ള ബോധമൊക്കെ ഉള്ളിലുണ്ട്. ശരീരം മുഴുവൻ തളർച്ച ബാധിച്ച പോലെ ആവുന്നേ ഉള്ളൂ. കണ്ണുകൾ തുറക്കാൻ പറ്റില്ല, പക്ഷേ വെള്ളം കുടിക്കാം. അപ്പോ രാവിലേക്ക് ഉണർന്നില്ലെങ്കിൽ ഏട്ടത്തേക്ക് പൂജയും പറ്റില്ലല്ലോ സ്വാമി? ആര് പൂജ ചെയ്യണമെന്നും ആരുടെ പൂജ സ്വീകരിക്കണമെന്നും തീരുമാനിക്കുന്നത് ഭഗവാനാണ്. നാളെ എന്തൊക്കെയാണ് പൂജയെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. തെക്കങ്കൂർ രാജവംശത്തിന്റെ കുലദൈവമായ രുദ്രദേവന്റെ മൂലസ്ഥാനമാണിത്. രുദ്രദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീപരമേശ്വരന്റെ ഏറ്റവും രൗദ്രഭാവങ്ങളിൽ ഒന്നാണ്. ഇവിടെ വന്ന് വഴിപാടുകൾ നടത്താൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ ആ പരമ്പരയുടെ പിൻതലമുറയുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാകണം. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയൊരു ബന്ധമില്ല. ആ ബന്ധം ചിലപ്പോൾ നിങ്ങൾക്കറിയണമെന്നില്ല. അതല്ലേ സത്യം? അങ്ങനെ ഒരു ബന്ധം നാളെ ഏതെങ്കിലും ഒരു സമയത്ത് വെളിപ്പെട്ടു വന്നാലോ? വരില്ലാന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്വാമി പറഞ്ഞു തരാമോ? ഈ മല കയറുക എന്നത് തന്നെയാണ് ആദ്യത്തെ ഘട്ടം. ഇവിടുന്ന് കുറച്ചു മാറി ഈ ക്ഷേത്രത്തിന്റെ താഴ്ഭാഗത്ത് പണ്ട് അഗസ്ത്യമുനി തപസ്സിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. അവിടുത്തെ കൽവിളക്കിൽ നിന്നും പൂജാരി കൊളുത്തിത്തരുന്ന ദീപം അണയാതെ കൊണ്ടുവന്ന ക്ഷേത്രത്തിന്റെ കൽവിളക്കിൽ തെളിക്കണം. അതാണ് വഴിപാടിന്റെ അടുത്ത ഘട്ടം. പിന്നീട് ക്ഷേത്രത്തിനകത്തു നിന്ന് പ്രധാന പൂജാരി നൽകുന്ന പൂർണ്ണ കുംഭവുമായി ക്ഷേത്രത്തിന് 3 വലം വയ്ക്കണം. എന്നിട്ട് അത് മഹാശിവ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യണം. അതോടെ വഴിപാടുകൾ പൂർത്തിയാവും. പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇത് പൂർത്തിയാക്കാൻ അപൂർവ ഭാഗ്യം വേണം. ഞങ്ങളോടൊപ്പം ഈ പൂജ ചെയ്യാൻ വന്ന ആളാ ഏട്ടത്തെ. അതിനുള്ള നിയോഗം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ആ കുട്ടി ഉണരും. അത് ഭഗവാൻ തന്നെ തീരുമാനിക്കണം. എന്തായാലും ഈ വഴിപാട് പൂർത്തിയാക്കുന്നവർക്ക് മഹാദേവന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹം ഞാൻ തന്നെ വാങ്ങിക്കും. നല്ല കാറ്റാണല്ലോ തിരുമേനി. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കാറ്റില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പൂജ പൂർത്തിയാക്കാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടുമില്ല. ഇവിടെ നിന്നും ഞാൻ കൊളുത്തിത്തരുന്ന ദീപം കാറ്റിലണയാതെ ആ കൽവിളക്കിൽ കൊണ്ടുപോയി കത്തിക്കണം. അത് കത്തിക്കുന്നവർക്ക് മാത്രമേ പൂർണ്ണകുംഭം അഭിഷേകം ചെയ്യാനുള്ള അവസരം കിട്ടൂ. മഹാദേവനും പാർവതീദേവി അനുഗ്രഹിച്ചാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. ഞാൻ ദീപം പകർന്നു തരാം. ഭഗവാനെ, എന്നെ മാത്രം അനുഗ്രഹിക്കണേ. മനസ്സിൽ നാമജപം അല്ലാതെ മറ്റൊരു ചിന്തയും പാടില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇയാളെങ്ങനെ അറിഞ്ഞു? പൂജാരിയാണ്, കൊള്ളാമല്ലോ. മനസ്സ് ശുദ്ധമായിരിക്കണം. അശുഭചിന്തകൾ ഒന്നും പാടില്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല തിരുമേനി. ഇനി മറ്റുള്ളവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേയുള്ളൂ.
എല്ലാം തീരുമാനിക്കുന്നത് മഹാദേവൻ തന്നെയാണ്. പ്രാർത്ഥിച്ചോളൂ. മഹാദേവ ഭഗവാനെ, ഇവരെ അനുഗ്രഹിക്കണമേ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാറ്റിന്റെ ദിശ നോക്കണം. അതിനനുസരിച്ച് വേണം നടക്കാൻ. പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കയ്യിലെ ഈ ദീപത്തിന്റെ ശക്തി. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദീപം അണയില്ല. ഇനി നടന്നോളൂ.